ഹായ് ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാൻ കുറച്ച് ദിവസമായിരുന്നു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട്. വേറെ ഒന്നുമല്ല, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിൻ്റർ സീസൺ വന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് മടി വന്നു. അപ്പോൾ നോർമലി ഞാൻ വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു എഫേർട്ട് എനിക്കിപ്പോൾ ഒരു കാര്യത്തിലും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഈ 2025 സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഞാൻ വിചാരിച്ച അത്രയും ഒരു എനർജറ്റിക് ആയിട്ടല്ല ഞാൻ പോകുന്നത്. ഞാനിങ്ങനെ അല്ലായിരുന്നു വിചാരിച്ചത്. എല്ലാം കുറച്ചും കൂടെ പ്രോപ്പറായിട്ട് എല്ലാ കാര്യങ്ങളും റൊട്ടീനൊക്കെ ആയിട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ ഈ തണുപ്പ് കാരണം എനിക്ക് കുറേ കാര്യങ്ങൾ പെൻഡിങ് ആയിട്ട് തന്നെ പോവാണ്. പക്ഷേ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് തൊട്ടിട്ട് ഞാൻ എന്തായാലും കൺസിസ്റ്റൻ്റ്ലി പോസ്റ്റ് ചെയ്യണം. 30 ഡേയ്സ് ചലഞ്ച് പോലെ അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. 30 വീഡിയോസ് അല്ല കേട്ടോ. പക്ഷേ ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്യുന്ന പോലെ ഓരോ ദിവസം ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ പോസ്റ്റ് ചെയ്യണമെന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ എപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾക്ക് ഏത് ടൈപ്പ് കണ്ടന്റ് ആണ് കാണാൻ ആഗ്രഹം എന്ന് കമൻറ്റ് സെക്ഷനിൽ പറയണമെന്ന്. സോ നിങ്ങൾ കൂടുതൽ പേര് പറയാറുമുണ്ട് ഡേ ഇൻ മൈ ലൈഫ് ആണെന്ന്. പക്ഷേ അതിൽ കൂടുതൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു കമൻറ്റ്. അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആഫ്റ്റർ വർക്ക് ഇന്ന് കുറച്ച് ചെറിയ ചെറിയ കുക്കിംഗ് കാര്യങ്ങൾ, പിന്നെ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ള കാര്യമാണ് എൻ്റെ സ്കിൻ കെയർ. അപ്പോൾ ഞാൻ എൻ്റെ നൈറ്റ് ടൈം സ്കിൻ കെയർ റൊട്ടീനോടെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇന്ന് വർക്ക് കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ മനസ്സിൽ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു, ഇന്ന് എന്തായാലും ഞാൻ കയറി കിടന്ന് ഉറങ്ങില്ല. കാരണം വേറൊന്നുമല്ല, ഇപ്പം എല്ലാ ദിവസവും ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഒന്ന് ഫ്രഷ് ആയി കഴിഞ്ഞ് നേരെ കിടന്ന് ഉറങ്ങുകയാണ്. കാരണം ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വരുന്നത്. സോ അതുകൊണ്ട് പിന്നെ വേറെ പണികളൊന്നും ഒന്നിലേക്കും പോവാതെ, പണികളുണ്ടെങ്കിലും വേറെ ഒന്നിലേക്കും പോവാതെ നേരെ വന്ന് കിടക്കാറാണ്. അതിനുശേഷം ഉറങ്ങി എഴുന്നേറ്റ് കഴിയുമ്പോൾ എന്താണ്, ഭയങ്കര ഒരു ഗ്ലൂമി ഫീലാണ് കേട്ടോ. ഈ ഒരു ടൈം തെറ്റിയ ഒരു സമയമില്ലാത്ത സമയത്ത് ഉറങ്ങി എഴുന്നേൽക്കുന്നതുകൊണ്ടായിരിക്കാം എനിക്ക് അങ്ങനെ ഒരു ഭയങ്കര മടി കൂടുതലായിട്ട് തോന്നും. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, ഇന്ന് എന്തായാലും ഞാൻ എന്തെങ്കിലും കുക്കിങ്ങും കാര്യങ്ങളിലൊക്കെ ആയിട്ട് കുറച്ചൊന്ന് പ്രൊഡക്റ്റീവ് ആക്കാം നോക്കാം നമുക്ക് ഇന്നത്തെ ഒരു ദിവസം. എല്ലാ ദിവസവും ഇപ്പോൾ കുറേ ദിവസമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, വലിയ രസമൊന്നും ഇല്ലാണ്ടാണ് പോണത്. എനിക്കറിയില്ല, കുറേ പേരൊക്കെ സെയിം ഇതുപോലെ ഫീൽ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞായിരുന്നു. മേ ബി വിൻ്റർ സീസണിൻ്റെ ആയിരിക്കാം. നമുക്ക് എല്ലാം എപ്പോഴും ഒരുപോലെ ഒന്നും ഇരിക്കാൻ പറ്റുന്നില്ല. പക്ഷെ എന്നാലും നമുക്ക് പറ്റുന്ന പോലെ ചെറിയ ചെറിയ ചേഞ്ചസ് ഒക്കെ ഡെയിലി റൊട്ടീനിൽ കൊണ്ടുവരാം. അപ്പോൾ ഇന്ന് ഞാൻ നേരെ ഫ്രഷ് ആയി വന്ന് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. ശരിക്കും ഞാനിത് പ്രിപ്പയർ ആക്കാമെന്ന് വിചാരിച്ചത് കപ്പയും ബീഫുമാണ്. കപ്പ ബിരിയാണി സ്റ്റൈൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കപ്പ ബിരിയാണി. ഞാൻ ചെറുപ്പത്തിലൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെ പേരൻസിൻ്റെ കൂടെ ഒക്കെ ഉള്ള സമയത്ത് എനിക്ക് ഈ രാത്രി ചില കറികളൊന്നും നമുക്ക് ഇഷ്ടപ്പെടില്ലല്ലോ. ഇപ്പം ഇങ്ങനെ പണ്ടൊക്കെ രാത്രി ഇങ്ങനെ ഫുഡൊന്നും നമുക്ക് ഇഷ്ടമല്ലാത്ത ഫുഡൊക്കെ വീട്ടിലുണ്ടാക്കുന്ന ദിവസം മെയിനായിട്ട് വെജിറ്റബിൾസിൻ്റെ ഇപ്പോൾ വരാം, മെയിനായിട്ട് വെജിറ്റേറിയൻ കറികളൊക്കെ ഉള്ള ദിവസം ഞാൻ ഇങ്ങനെ വീട്ടിൽ വാപ്പിച്ചിനെ ഇങ്ങനെ വിളിച്ചിട്ട് പറയും, വാപ്പിച്ചി വരുമ്പോൾ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വരുമെന്ന് ചോദിക്കും. അപ്പോൾ എപ്പോഴും എനിക്ക് വാപ്പിച്ച് വാങ്ങിച്ചിട്ടുണ്ടെന്ന സംഭവമായിരുന്നു കപ്പ ബിരിയാണി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ വീട്ടിലെല്ലാവർക്കും വലിയ ഇഷ്ടമൊന്നുമല്ല. എപ്പോഴും ഇങ്ങനെ പറയും, എപ്പോഴും കപ്പ ബിരിയാണി എന്ന് പറയും. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ആ സമയത്ത് വാപ്പിച്ച് എപ്പോഴും വാങ്ങിച്ചു തരുമായിരുന്നു കപ്പ ബിരിയാണി. നോർമൽ ഒരു ഹോട്ടലിൽ നിന്നൊക്കെ ആട്ടോ വാങ്ങിക്കുന്നത്. ബട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അന്നിങ്ങനെ കൊതിച്ചൊക്കെ കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. ദെൻ അതിനുശേഷം പിന്നെ എപ്പോഴും എന്ന് പറയാൻ പറ്റില്ല, വീക്കിലി ഒരു ഞായറാഴ്ചയോ വെള്ളിയാഴ്ചയോ അങ്ങനെയൊക്കെ വീക്കിലി വൺസ് ഓർ ട്വൈസ് ഉമ്മ എപ്പോഴും വീട്ടിൽ കപ്പയും ഇറച്ചിയൊക്കെ ഉണ്ടാക്കും. ഭയങ്കര ടേസ്റ്റാണ്, പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല. ഉമ്മ ഇവിടെ വരുമ്പോൾ ഞാൻ മെയിനായിട്ട് ഉമ്മയുടെ അടുത്ത് ഉണ്ടാക്കാൻ പറയുന്നത് കപ്പ ഇറച്ചിയാണ്. പക്ഷെ ഇന്ന് ഞാൻ കപ്പ ഇറച്ചി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. ലൈക്ക് ഒരു കപ്പ ബിരിയാണി മോഡൽ. അത് ഞാൻ ഇങ്ങനെ ഇൻസ്റ്റ സ്ക്രോൾ ചെയ്തപ്പോൾ ഒരു റീൽ കണ്ടു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഉണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര നോസ്റ്റ് അടിച്ചിട്ട് ഇന്ന് എന്തായാലും വീട്ടിൽ ചെന്നിട്ട് എത്ര മടിയാണെങ്കിലും സെറ്റ് ചെയ്ത് കപ്പ ബിരിയാണി ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ഇന്ന് ബില്ലുവിന് തിരക്കുള്ളാരും ഗ്രോസറി പോയി വാങ്ങിക്കാനുള്ള ടൈം ഉണ്ടായില്ല. സോ ഞങ്ങൾ എന്ത് ചെയ്തു, തലഭാത്തിൽ ഓർഡർ ചെയ്തു. ഇനി ഞാൻ തലഭാത്തിൽ ഗ്രോസറി ഓർഡർ ചെയ്യുന്ന പരിപാടി നിർത്തി. വേറൊന്നുമല്ല, ഓർഡർ ചെയ്ത് കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്യാനുണ്ടായിരുന്നു. ബ്രെഡ്, എഗ്ഗ്, യോഗേട്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കപ്പ ഞാൻ ഓർഡർ ചെയ്തത് അവർ കൊണ്ടുവന്നത് 3 പീസ് കപ്പയാണ്.
ഓ അതിൻ്റെ അവസ്ഥ പറയാനേ പറ്റില്ല, അത്രത്തോളം അവസ്ഥയായിരുന്നു. കാരണം ചീഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ ഉള്ളിൽ ഭയങ്കര ബ്ലാക്ക് കളറ്. അപ്പോൾ നമ്മൾ പോയി എടുക്കേണ്ട സംഭവങ്ങളാണ് ഇതൊക്കെ. നമ്മൾ ഒരാളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ എന്താവുമെന്ന് പഠിച്ചു. പിന്നെ ഞാൻ ഒരിക്കലും ഇങ്ങനത്തെ ഒരു സാധനങ്ങളും ഓൺലൈനിൽ വാങ്ങിക്കില്ല എന്ന് മനസ്സിലായി. അപ്പോൾ എനിക്കത് നോക്കിയപ്പോൾ ആകെ 3 പീസുള്ളൂ. അപ്പോൾ 3 പീസിൽ ഒരു പീസായിരുന്നു വലിയതുണ്ടായിരുന്നത്. ആ വലിയത് ഫുൾ പൊട്ടയായിരുന്നു. അപ്പോൾ ബാക്കി 2 വെച്ചിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ചുമ്മാ കട്ട് ചെയ്ത് ഇങ്ങനെ കൊടുത്തു. പിന്നെ കട്ട് ചെയ്യുന്നത് ഭയങ്കര പാടായിരുന്നു, ഞാൻ വിചാരിച്ച പോലെയല്ല. അപ്പോൾ ഞാൻ അതിന് മുമ്പ് എന്ത് ചെയ്തു, ബീഫ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നലെ ബീഫ് ബിരിയാണിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഈ കപ്പ ബിരിയാണി ഉണ്ടാക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഇന്നും ബീഫ് എടുക്കുക, അല്ലെങ്കിൽ ഇന്ന് ബീഫ് എടുക്കില്ല. അപ്പോൾ എന്തായാലും ബീഫ് വെള്ളത്തിലിട്ടു. നാളത്തേക്ക് കറി വേറെ ഒന്നും ഇല്ല. സോ നമുക്ക് ബീഫ് കറി ഉണ്ടാക്കാം. ആസ് യൂഷ്വൽ പെട്ടെന്ന് തട്ടിക്കൊട്ടി. കുറേ ആഗ്രഹിച്ചു ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്, പക്ഷെ പറ്റിയില്ല. കുഴപ്പമില്ല, നമുക്ക് നെക്സ്റ്റ് ടൈം സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിനി ബീഫ് കറി ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാം. അറൗണ്ട് ഇപ്പോൾ ഒരു 5:30 ഒക്കെ ആയിട്ടുണ്ട്. ഈ ടൈമിൽ ഞാൻ ശരിക്കും ഉറങ്ങുന്ന ടൈമുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ തീരുമാനിച്ചു വിൻ്ററായിട്ട് മടി എന്തായാലും കംപ്ലീറ്റ്ലി മാറ്റണം. ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര മടിയാണെന്ന്. അപ്പോൾ കുറേ പേര് കമൻറ്റ് ചെയ്തു, കുറേ പേർക്ക് സെയിം കാര്യങ്ങൾ ലൈഫിൽ ഹാപ്പൻ ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ മെയിനായിട്ട് നമുക്ക് നമ്മളെ തന്നെ ഇങ്ങനെ കുറ്റം വരാനൊന്നും പറ്റില്ല, നമ്മളെപ്പോഴും ഒരുപോലെ ഒന്നും ആയിരിക്കില്ലല്ലോ. അപ്പോൾ ഈ ഒരു വിൻ്റർ സീസണിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് യൂഷ്വൽ എല്ലാവർക്കും തന്നെ തണുപ്പാണ്, വെള്ളത്തിൽ കൈപിടിക്കാനും ഇങ്ങനെ ഇറങ്ങി നടക്കാനും എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാനും ഒന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ആയിരുന്നു കുറേ ദിവസം. ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒന്ന് കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യുക. അപ്പോൾ ഞാൻ ഇത്ര ദിവസം അങ്ങനെ ആയിരുന്നു കേട്ടോ. പക്ഷേ ഇന്ന് ഞാൻ വിചാരിച്ചു ഇന്ന് എന്തെങ്കിലുമൊക്കെ കുറച്ചിങ്ങനെ ഒന്ന് എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കാം. അപ്പോൾ ഞാൻ വന്നപ്പോൾ തന്നെ ഫ്രഷായി കുളിച്ച് എല്ലാം സെറ്റ് ചെയ്തു. അപ്പോൾ ഇന്ന് വീഡിയോ എടുക്കണം എന്നും അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി കൂടുതൽ സംസാരിക്കണ്ട, വേഗം ബീഫ് കറി ഉണ്ടാക്കിയിട്ട് കുക്കിംഗ് പരിപാടികൾ അവസാനിപ്പിക്കാം. പിന്നെ ഇന്നലത്തെ ബീഫ് ബിരിയാണി ഉണ്ട്, അത് നമുക്കൊന്ന് ആവി കയറ്റിയിട്ട് എടുക്കാം. സോ എനിക്കെപ്പോഴും കുക്കിംഗ് ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ കട്ട് ചെയ്ത് ഓരോ പാത്രത്തിൽ കൂടെ ഇങ്ങനെ വെക്കണം, ലൈക്ക് ഒരു കുക്കറി ഷോ പോലെ. പക്ഷേ ഇതെപ്പോഴും ഒന്നും പോസിബിൾ ഒന്നും ആവില്ല, ധൃതി പിടിച്ച് ചെയ്യുമ്പോൾ ഒന്നും പറ്റില്ല. പക്ഷെ ഇന്നെന്തായാലും കുറച്ച് സമയമൊക്കെ എടുത്ത് പയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്നെല്ലാം പ്രോപ്പർ വേ ഓഫ് കുക്കിംഗ് അങ്ങനെ തന്നെ ഫോളോ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കുക്കിംഗ് ഞാൻ ഭയങ്കര സ്ലോ ആണ്. ഇപ്പോൾ എത്ര വലിയ തട്ടിക്കൂട്ട് ഫുഡാണെന്നൊക്കെ ഞാൻ പറഞ്ഞാലും എനിക്കതുണ്ടാക്കാൻ നല്ല ടൈം എടുക്കും. എന്താണെന്നൊന്നും അറിയില്ല, എല്ലാ കാര്യവും ഭയങ്കര സ്ലോ ആയിട്ട് ചെയ്യും. അതുപോലെ എപ്പോഴും എൻ്റെ അടുത്ത് ബില്ല് പറയുന്നൊരു കാര്യം, ഞാൻ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഹോട്ടലിലെ പാത്രങ്ങളുണ്ടാവും കഴുകാൻ വേണ്ടിയിട്ട്. അത് ഞാനെല്ലാം എല്ലാവരും കുറേ പേരൊക്കെ പറയാൻ വേണ്ടിയിട്ടുണ്ട്, നമ്മളിങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ പാത്രങ്ങൾ വരുന്നത് അപ്പം തന്നെ കഴുകി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് അവസാനം വലിയ പണി ഉണ്ടാവില്ല എന്ന്. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യില്ല. ഞാൻ ഈ വരുന്ന പാത്രങ്ങളെല്ലാം സിങ്കിലിടും. അവസാനം കുക്കിംഗ് കംപ്ലീറ്റ്ലി കഴിഞ്ഞിട്ട് മാത്രമാണ് ഞാൻ ബാക്കി ഡിഷസൊക്കെ വാഷ് ചെയ്ത് വെക്കുള്ളൂ. എന്തോ എനിക്ക് അങ്ങനെ ചെയ്യുമ്പോഴാണ് ഒരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുക. പിന്നെ ആ ഒരു ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് സമാധാനത്തിൽ വൃത്തിയായിട്ടുള്ള കിച്ചൺ കാണണം, അപ്പോഴാണ് സമാധാനമാവുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ബീഫ് കറിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനിത് ഈ ഒരു കുക്കർ നാട്ടിൽ നിന്ന് ബ്രദർ വന്നപ്പോൾ ഉമ്മ കൊടുത്തു വിട്ടതാണ് കേട്ടോ. കാരണം എൻ്റെ അടുത്ത് 2 കുക്കറുണ്ട്. ഇതിൽ ഒന്ന് 2 നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്നതാണ്. എനിക്ക് ഇവിടുത്തെ കുക്കർ ഇവിടെ ഇങ്ങനത്തെ കിട്ടുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് നാട്ടിലത്തെ പാത്രങ്ങളൊക്കെയാണ് എൻ്റെ കയ്യിൽ കൂടുതലും ഉള്ളത് കേട്ടോ. അപ്പോൾ അത് പറയേണ്ട കാര്യമൊന്നുമില്ല ഇവിടെ, എന്നാലും ഇരിക്കട്ടെ അല്ലേ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഒരു ക്വിക്കായിട്ടുള്ള ഒരു ബീഫ് കറി കുറച്ച് സമയം എടുത്തിട്ട് തന്നെ ഉണ്ടാക്കി. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു, കാരണം എല്ലാവരും ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ. ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു കാര്യങ്ങൾ ഇതിൽ ചേർത്തിട്ടില്ല. ആദ്യമൊന്നും എനിക്ക് കുക്കിംഗ് തീരെ അറിയില്ലായിരുന്നു. കുക്കിംഗ് എനിക്ക് ഇഷ്ടമേ അല്ലായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല ഞാൻ എന്തെങ്കിലും സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കി കഴിക്കും അങ്ങനത്തെ ഒരു അവസ്ഥ വരും. ഈവൻ ആഫ്റ്റർ മാരേജ് ആണെങ്കിലും ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല. പക്ഷെ ഇപ്പം ഞാനൊരു എക്സ്പേർട്ട് ആയി കഴിഞ്ഞു എന്ന് ഞാൻ പോലും അറിയാതെ ഞാനൊരു എക്സ്പേർട്ട് ആയി കഴിഞ്ഞു. സോ അങ്ങനെ ഫൈനലി നമ്മുടെ കുക്കിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി എനിക്കെപ്പോഴും ഞാനിപ്പോൾ നൈറ്റ് ടൈമാണ് ഇങ്ങനെ ക്ലീനിങ് നോക്കുന്നത്. പക്ഷേ ഈ രാത്രി ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ കൊള്ളില്ല എന്നൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നാട്ടിലൊക്കെ വെച്ചിട്ട് പറയും രാത്രി ഇങ്ങനെ അടിച്ചു വരരുതെന്നൊക്കെ. പക്ഷെ എനിക്ക് വേറെ സമയമൊന്നുമില്ല. ഞാൻ എല്ലാം ഈ ഹാലാടെ
ടോയ്സും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ മിസ് ചെയ്തിട്ടായിരിക്കും കിടക്കുക. അപ്പോൾ അതൊക്കെ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ എൻ്റെ ക്ലീനിങ് പരിപാടികളൊക്കെ തീർക്കുന്നത്. അപ്പോൾ അങ്ങനെ എൻ്റെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഹാലാക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രഷൊക്കെ ചെയ്ത് ഹാലാനെ ഒരു സൈഡാക്കണം. ഫുഡൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ, ഇന്നലെ ഉണ്ടാക്കിയ ഫുഡായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ബീഫ് കറി നാളത്തേക്കും മറ്റന്നാളത്തേക്കും വേണ്ടിയിട്ട് എടുക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ കുറച്ച് നേരം ഇനിയിപ്പോൾ ഹാലയുടെ കൂടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് ഞാൻ എൻ്റെ നൈറ്റ് ടൈം സ്കിൻ കെയർ റൊട്ടീൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. കുറച്ച് ഫേസ് ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സെറാവിയുടെ ഹൈഡ്രേറ്റിംഗ് ക്ലെൻസർ ആണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ ഒരു ഡ്രൈ സ്കിൻ ടൈപ്പ് ആണ്. അപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുള്ള നോർമൽ ടു ഡ്രൈ സ്കിൻ ക്ലെൻസർ ആണ്. ഇതൊക്കെ നാട്ടിൽ നിന്ന് വാങ്ങിച്ചാണ്, ബഹ്റൈനിൽ ഇതൊന്നും കിട്ടില്ല, കാരണം ആമസോണൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനെല്ലാം നാട്ടിൽ നിന്നാണ് വാങ്ങിക്കാറ്. പക്ഷേ ഇനി ഇതൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് ഇവിടുത്തെ സ്കിൻ കെയർ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കണം എന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മിനിസോയിൽ നിന്ന് ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു അലോവേറ ക്ലെൻസർ ആണ്. അപ്പോൾ അതിലൊരു സ്ക്രബ് ചെയ്യാനുള്ള ഒരു പോർഷൻ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഫേസ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫേസിലുള്ള ഡേർട്ടും ഇമ്പ്യൂരിറ്റീസും ഒക്കെ പോവും. അതിനുശേഷം നന്നായിട്ടൊന്ന് ഫേസ് വാഷ് ചെയ്യാം, നന്നായിട്ട് വാഷ് ചെയ്യാം. അതിനുശേഷം എന്താണ് നല്ല ഒരു ടവൽ, ഒരു വെറ്റ് വൈപ്സോ ടവലോ ടിഷ്യോ എനിത്തിങ് എന്താണെങ്കിലും കുഴപ്പമില്ല, നല്ല ക്ലീൻ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവം വെച്ചിട്ട് ഫേസ് നന്നായിട്ടൊന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കും. ഞാൻ യൂസ് ചെയ്യുന്നത് പ്ലമ്മിന്റെ റൈസ് വാട്ടർ നയാസിനമൈഡ് ടോണറാണ് കേട്ടോ. ഈ ബോട്ടിൽ കണ്ടാൽ തന്നെ അറിയാം ഓൾമോസ്റ്റ് ഫിനിഷ് ആവാറായിട്ടുണ്ട്. ഇത് സെക്കൻഡ് ബോട്ടിലും ഞാൻ റീസ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് അത്യാവശ്യം എൻ്റെ സ്കിന്നിന് വർക്കായിന്ന് തോന്നിയിട്ടുള്ള ഒരു ടോണറാണ് ഇത്. അത്യാവശ്യം നന്നായിട്ട് നമ്മുടെ സ്കിന്നെ ബ്രൈറ്റൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഈവൻ നമ്മുടെ ടോണർ എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്കിൻ കെയറിൽ ഇത്ര വലിയ പാർട്ടാണെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. മേ ബി എനിക്കതിനെ പറ്റി വലിയ അറിവില്ലാത്തതുകൊണ്ടായിരിക്കാം. പക്ഷേ നമ്മളുടെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ടോണറാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഇറ്റ്സ് എ മസ്റ്റ് ബൈ ഓപ്ഷൻ എന്ന് പറയാം. ദെൻ ഇതൊരു ബോഡി ഷോപ്പിന്റെ അണ്ടർ ഐ സീറം ആണ് കേട്ടോ. ഇത് ഞാൻ നാട്ടിൽ ഹൈലൈറ്റ് മാളിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. നമുക്ക് അത്യാവശ്യം ഡാർക്ക് സർക്കിൾസ്, വലിയൊരു മാറ്റം ഒന്നുമല്ല, ചെറുതായിട്ട് ഡാർക്ക് സർക്കിൾസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെനിക്ക് ഹാഫ് പ്രൈസിന് കിട്ടിയോണ്ടാണ് ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ കുറച്ച് റേറ്റ് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അറൌണ്ട് 3K ഒക്കെ വരും. പക്ഷെ 3K ഒന്നും ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല ഒരു അണ്ടർ ഐ ക്രീമിന് വേണ്ടിയിട്ട്. സോ അത്യാവശ്യം വർക്ക് ചെയ്യും, എന്നാൽ ഒരുപാട് വർക്ക് ചെയ്യുമെന്ന് വെച്ചാൽ ഇല്ലാതാനും. ദെൻ ഞാൻ യൂസ് ആക്കുന്ന കോസാറെക്സിന്റെ അഡ്വാൻസ്ഡ് സ്നെയിൽ മ്യൂസിനാണ്. ഇതൊരു എസെൻസ് ആണ് കേട്ടോ. ഇത് കുറെ പേര് ഓൾറെഡി എല്ലാവരും യൂസ് ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ ഇതൊരു മസ്റ്റ് ബൈ പ്രൊഡക്റ്റ് ആണോ എന്ന് വെച്ചാൽ അല്ലാന്ന് തന്നെ പറയാം. കാരണം ഇത് ആക്ച്വലി വർക്ക് ആയിട്ടുണ്ട് എൻ്റെ സ്കിന്നിന് വേണ്ടിയിട്ട്. പക്ഷേ ഇതിന് ഒരുപാട് ഓൾട്ടർനേറ്റീവ്സ് ആയിട്ടുള്ള പ്രൊഡക്ട്സുകളൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണെന്ന് തോന്നുന്നു. സോ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിന് മിക്സഡ് ഒപ്പീനിയൻസ് ആണ് ഈ ഒരു പ്രൊഡക്റ്റിന് ഞാൻ കേട്ടിട്ടുള്ളത്. ചിലവർക്ക് വർക്കാവും, ചിലവർക്ക് വർക്കാവില്ല. എനിക്കെന്തായാലും ഓൾമോസ്റ്റ് കുഴപ്പമില്ലാതെ വർക്കായിട്ടുണ്ട്. എന്നാലും വലിയൊരു മാറ്റം വന്നിട്ടുണ്ടോ എന്നൊന്നും ചോദിച്ചാൽ അറിയില്ല കേട്ടോ. ഇനി ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് വന്ന മാറ്റമാണോ എന്ന്. കാരണം ഈ ഒരു സ്കിൻ കെയറിൽ ഞാനിത് ആഡ് ചെയ്യാറുണ്ടെന്നല്ലാതെ ഇതിന് മാത്രമായിട്ട് എന്തെങ്കിലുമൊക്കെ ഇതുണ്ടോ എന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. അപ്പം നിങ്ങളിത് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ വാങ്ങിക്കാം. പക്ഷെ നിർബന്ധമൊന്നുമില്ല ഒരു സ്കിൻ കെയറിൽ ഈ കോസാറെക്സിന്റെ മ്യൂസിൻ വേണമെന്നൊന്നും. കാരണം കുറെ പേരെ റീല് കണ്ടിട്ടൊന്നും നമുക്കിത് വാങ്ങിക്കേണ്ട കാര്യമില്ല. ദെൻ കംസ് മൈ ഫേവറേറ്റ് പാർട്ട്. ഇതിപ്പോൾ ഞാൻ റീസെൻ്റ്ലി യൂസ് ചെയ്യുന്ന ലിപ് ബാമാണ്. ഇത് ഹൈഫൻ്റെ ആണ് കേട്ടോ. ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്, നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. എനിക്ക് എൻ്റെ ഡ്രൈ ലിപ്സ്, അതുപോലെ പിഗ്മെൻറ്റേഷൻ എല്ലാം മാറാനായിട്ട് ഭയങ്കരമായിട്ട് ഈ ഒരു ലിപ് ബാം ഹെൽപ്പ് ചെയ്തു. ഞാൻ ആദ്യം വിചാരിച്ചത് ഇത് അത്ര വർക്ക് ആവുന്നില്ല എന്നാണ്. പക്ഷേ ആക്ച്വലി ഇറ്റ് വർക്ക്സ്.
ഞാൻ യൂസ് ആക്കുന്നത് ഫോക്സ്ടെയിലിന്റെ വൈറ്റമിൻ സി സീറമാണ്. ഇറ്റ് കംസ് ഇൻ എ മോയ്സ്ചറൈസർ ടെക്സ്ചർ. സോ ഇത് ഞാൻ ഈ ഒരു സ്റ്റെപ്പോടെ കൂടിയിട്ട് ഞാൻ എൻ്റെ സ്കിൻ കെയർ ഞാൻ നിർത്തും. ഇപ്പോൾ വേറൊന്നുമല്ല, ഈ ഒരു സ്റ്റെപ്പ് ഇട്ട് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഫേസ് നന്നായിട്ട് ഓൾമോസ്റ്റ് സെറ്റ് ആവും നമ്മളൊരു സ്കിൻ കെയർ. ഈ ഒരു പ്രൊഡക്റ്റ് എനിക്കിപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. വേറൊന്നുമല്ല, ഇതിൻ്റെ ഒരു ഫ്രാഗ്രൻസ് എന്ന് പറയുന്നത് ഭയങ്കര മൈൽഡായിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ആണ് കേട്ടോ. ഫ്രാഗ്രൻസ് ഫ്രീ ഒന്നും ഞാൻ പറയില്ല, പക്ഷെ ഭയങ്കര മൈൽഡാണ്. അത്യാവശ്യം നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് ഓഫ് ഫ്രാഗ്രൻസ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഇട്ട് കഴിയുമ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫേസ് അത്യാവശ്യം നന്നായിട്ട് മോയ്സ്ചറൈസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു സ്റ്റെപ്പിൽ ഇപ്പോൾ കംപ്ലീറ്റ്ലി നിർത്തുകയാണ്. ഇനി എക്സ്ട്രാ ഇതിൻ്റെ മുകളിൽ വേറൊരു മോയ്സ്ചറൈസർ, ഞാൻ ശരിക്കും പറഞ്ഞാൽ മോയ്സ്ചറൈസർ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് വന്നതാണ് ഈ ഒരു പ്രോഡക്റ്റ്. സോ അതുകൊണ്ട് ഞാനിത് എടുത്തു. ആൻഡ് ഇതൊരു സിറം ആണെങ്കിലും ഇത് നമ്മൾ അപ്ലൈ ചെയ്യണത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ക്ലെൻസർ അപ്ലൈ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഈ ഒരു സിറം മാത്രം ഇട്ട് കൊടുത്താൽ മതി. ആൻഡ് മൈ ഫേവറേറ്റ് പാർട്ട്, ഫേസ് മസാജ്. ഫേസ് മസാജ് ഞാനിപ്പോൾ പ്രോപ്പർലി ചെയ്തു വരുന്നുണ്ട്. ബട്ട് കംപ്ലീറ്റ്ലി ഈ ഫേസ് മസാജ് വച്ചിട്ട് എനിക്ക് എന്നാണ് ഒരു പ്രോപ്പർ റിസൾട്ട് കിട്ടുന്നത് അപ്പോഴാണ് ഞാനിത് നിങ്ങളായിട്ട് ഷെയർ ആക്കുള്ളൂ. കാരണം അതർവൈസ് ദർ ഇസ് നോ യൂസ്. അപ്പോൾ അതെന്തായാലും അതിൻ്റെ ഒരു റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് എന്തായാലും ഷെയർ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം അത്യാവശ്യം നന്നായിട്ട് പോയെന്ന് തോന്നുന്നില്ലേ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എനിക്ക് അത്യാവശ്യം കുറച്ചൊന്ന് പ്രൊഡക്റ്റീവ് ആയ പോലെ തോന്നി. അപ്പോൾ എന്താണ്, അങ്ങനെ ആഫ്റ്റർ വർക്ക് റൊട്ടീൻ ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ നോർമലി ഈ ഒരു സമയത്തൊക്കെ കിടന്ന് ഉറങ്ങാറാണ് പതിവ്. കാരണം ഒരു 3:30 വന്നു കഴിഞ്ഞാൽ കുറച്ച് നേരം കിടന്ന് ഉറങ്ങും, എഴുന്നേക്കും, പിന്നെ ഭയങ്കര ഗ്ലൂമി ആയിട്ട് ഇങ്ങനെ ഇരിക്കും. കുറേ ദിവസം അങ്ങനെയായിരുന്നു, പക്ഷെ ഇന്നത്തെ ദിവസം ബെറ്റർ ആയിട്ട് തോന്നി. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാം. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.